ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രം പാഠപുസ്തകത്തിലെ 2 ടോപ്പിക്കുകളാണ്. ഒന്ന് കേശുകത്വം അഥവാ കാപ്പിലാരിറ്റി, 2 വിസ്കസ് ബലം അഥവാ വിസ്കസ് ഫോഴ്സ്. ഈ 2 ടോപ്പിക്കുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് കേശികത്വം അഥവാ കാപ്പിലാരിറ്റി എന്താണെന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ചെറിയ വെള്ളങ്ങളിലേക്ക് നമ്മൾ ചെറിയ ട്യൂബുകൾ താഴ്ത്തി വെക്കുമ്പോൾ വെള്ളം പൊങ്ങുകയോ അല്ലെങ്കിൽ താഴുകയോ ചെയ്യുന്നത്. ഇതുപോലെ ചില സുഷിരങ്ങളിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറിയ കുഴലുകളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യാം. ഇങ്ങനെ ചെറിയ കുഴലുകളിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കേശികത്വം അഥവാ കാപ്പിലാരിറ്റി. ഇത് 2 തരത്തിലാണുള്ളത്. ഭൂഗുരുത്വത്തിനെതിരായിട്ട് ഈ ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്നെന്ന് വെച്ചോ. ഈ മുകളിലോട്ട് ഉയരുന്നതിനെ നമുക്ക് കേശിക ഉയർച്ച അഥവാ കാപ്പിലറി റൈസ് എന്ന് പറയാം. എന്നാൽ ഈ ദ്രാവകങ്ങൾ താഴേക്ക്, അതായത് ട്യൂബിലൂടെ താഴുകയാണെന്ന് വെച്ചു, ആ സമയത്ത് ഇതിനെ നമുക്ക് കേശിക താഴ്ച അല്ലെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയാം. അതായത് ഇപ്പം നമ്മൾ കേശികത്വം എന്താണ് അല്ലെങ്കിൽ കാപ്പിലാരിറ്റി എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. കേശിക ഉയർച്ചയും കേശിക താഴ്ചയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. സ്ലൈഡിൽ കാണിക്കുന്ന ചിത്രങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇവിടെ 2 ബോയിലിംഗ് ട്യൂബുകളാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ബോയിലിംഗ് ട്യൂബുകളിലും ഒന്നിൽ ജലവും ഒന്നിൽ നമ്മൾ മെർക്കുറിയുമാണ് എടുത്തിട്ടുള്ളത്. ഒന്നിൽ ജലവും ഒന്നിൽ മെർക്കുറിയും എടുത്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മളൊരു കേശിക കുഴൽ താഴ്ത്തുകയാണ്. പരീക്ഷണം മനസ്സിലായല്ലോ. അതായത് നമ്മൾ 2 ബോയിലിംഗ് ട്യൂബുകൾ എടുക്കുന്നു, ഒന്നിൽ ജലവും ഒന്നിൽ മെർക്കുറിയും. ഇതിലേക്ക് നമ്മുടെ കേശിക കുഴൽ താഴ്ത്തുന്നു. ഇനി നമ്മളിപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ജലമടങ്ങിയിരിക്കുന്നില്ലേ, ആ ജലത്തിലെ, അതായത് കുഴലിലൂടെ ജലനിരപ്പ് ഉയരുന്നതായിട്ട് കാണാം. എന്നാൽ മെർക്കുറിയിലാവുമ്പം ആ കുഴലിലൂടെ മെർക്കുറി താഴുന്നതായിട്ടും കണ്ടു. ജലം ഉയർന്നു, ജലനിരപ്പ് ഉയർന്നു. എന്നാൽ മെർക്കുറി താന്നു. ഈ ജലത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു കുഴലിലൂടെ സ്വാഭാവികമായിട്ട് ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ആ ഒരു കുഴലിലൂടെ ജലം പൊങ്ങി. അപ്പം ഇതിന് നമുക്ക് കേശിക ഉയർച്ച എന്ന് പറയാൻ പറ്റും. ഇനി ആ ഒരു കുഴലിലൂടെ താഴ്ന്നില്ലേ മെർക്കുറിയിൽ, ഇതിന് നമുക്ക് കേശിക താഴ്ച എന്നും പറയാം. നമ്മളിപ്പോൾ പഠിച്ചത് കേശികത്വം എന്താണെന്നും കേശിക ഉയർച്ചയും കേശിക താഴ്ചയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണവും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ നോക്കാം. കേശികത്വവുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിലുണ്ടാകുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമതായിട്ട് നമുക്ക് പറയാം, നമുക്ക് ചോക്ക് ഉപയോഗിച്ച് ചില ചായങ്ങളിലോ നിറങ്ങളിലോ ഒക്കെ മുക്കുന്ന സമയത്ത് ചോക്ക് ഉപയോഗിച്ച് നമുക്ക് മഷിയൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ മണ്ണെണ്ണ കത്തിക്കുന്നതായാലും മണ്ണെണ്ണയുടെ തിരിയിലേക്ക് ആ മണ്ണെണ്ണ ഉയരുന്നത് കൊണ്ടല്ലേ ആ ഒരു തിരിയിലൂടെ മണ്ണെണ്ണ മുകളിലോട്ട് കയറുന്നത് കൊണ്ടാണ്. അതായത് കേശിക ഉയർച്ച കാരണമാണ് നമുക്ക് ആ ഒരു മണ്ണെണ്ണ തിരി നമുക്ക് കത്തിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റുദാഹരണങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഭിത്തികളിലും മറ്റുമായിട്ട് ആ ഒരു നനവ് കാണാൻ പറ്റും. നനവ് അനുഭവപ്പെടും മഴക്കാലം ആകുമ്പോൾ. കാരണം ആ ഭിത്തിയിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഈ ജലം ഉയരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പറ്റിപ്പിടിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു നനവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ തുണി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വിയർപ്പ് ഒപ്പിയെടുക്കാൻ കഴിയും. കാരണം നമ്മുടെ സ്കിന്നിലെ ആ ഒരു വിയർപ്പ് നമ്മുടെ ആ ഒരു കോട്ടൺ തുണിയിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ അതിലേക്ക് കയറുന്നത് കൊണ്ടാണ്. അതായത് കേശികത്വം മൂലമാണ് നമുക്ക് കോട്ടൺ തുണി കൊണ്ട് നമ്മുടെ വിയർപ്പ് ഒപ്പിയെടുക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചോക്ക് ഉപയോഗിച്ച് മണ്ണെണ്ണ വിളക്കുണ്ടാക്കാൻ കഴിയുന്നു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കൊഹിഷൻ ബലവും അഡ്ഹീഷൻ ബലവും. കൊഹസീവ് ഫോഴ്സ് ആൻഡ് അഡ്ഹസീവ് ഫോഴ്സ്. ഇതിൽ കൊഹിഷൻ ബലം എന്താണെന്ന് നോക്കാം. കൊഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിൽ ഒരു ആകർഷണ ബലം ഉണ്ടാകും. എങ്ങനെ? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആ ഒരു ആകർഷണ ബലത്തെ നമുക്ക് എന്ത് പേരിൽ അറിയപ്പെടും? അതിനെ കൊഹിഷൻ ബലം എന്നാണ് അറിയപ്പെടുന്നത്.
നേരത്തെ കണ്ട ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് ജലോപരിതലത്തിൽ ചില പ്രാണികൾ, ഇൻസെക്റ്റുകൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ജലോപരിതലത്തിൽ നമുക്ക് പേപ്പർ, അതുപോലെ തന്നെ ബ്ലേഡ്, ഇവയൊക്കെ എന്താണ് മുങ്ങാതെ നമുക്ക് അവിടെ തന്നെ വെക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ചേമ്പിൻ്റെ ഇലയ്ക്കകത്താണെങ്കിൽ ചെറിയ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ ജലമുണ്ടല്ലോ, ജലത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിലുള്ള കണികകൾ, ഈ ഉപരിതലത്തിലെ കണികകൾ തമ്മിൽ വളരെ വലിയൊരു ആകർഷക ബലമായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഈ ഒരേ ഇനം തന്മാത്രകൾ തമ്മിൽ നല്ലൊരു ആകർഷണ ബലമുണ്ട്. ഈ ആകർഷണ ബലം കാരണം ജലത്തിൻ്റെ ഉപരിതലം ഒരു വലിഞ്ഞ പാട പോലെ നിലനിൽക്കും. ഇതിന് കാരണം പ്രതലബലമാണ്. എന്നാൽ ഒരു സോപ്പ് കൊണ്ട് അതിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രതലബലം കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പ്രതലബലം കാരണം ആ ഒരു സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു വലിഞ്ഞു മുറുകി ആ ഒരു പാട പോലെ ജലോപരിതലം നിൽക്കുന്നത് കൊണ്ടാണ് പ്രാണികൾക്ക് അതിൻ്റെ പുറത്തൂടെയൊക്കെ നടക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് മെർക്കുറിയുടെ കേസിലും അവയുടെ തന്മാത്രകൾ തമ്മിൽ, അതായത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അവിടെ കൂടുതലാണ്. അതുകൊണ്ടാണ് മെർക്കുറികളൊക്കെ ഒന്നായിട്ട് കാണാൻ കഴിയുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പാഠഭാഗമാണ് അഡ്ഹീഷൻ ബലം. കൊഹിഷൻ ബലത്തിൽ നമ്മൾ പറഞ്ഞു ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ഒരു ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്ന്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലും ആകർഷണ ബലം ഉണ്ടാകാം. അങ്ങനെ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമുക്ക് അഡ്ഹീഷൻ ബലം എന്ന് പറയാൻ പറ്റും. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലാണെങ്കിൽ ആ ഒരു ആകർഷണ ബലത്തെ നമുക്ക് കൊഹിഷൻ ബലമെന്നും, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമുക്ക് അഡ്ഹീഷൻ ബലമെന്നും പറയാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഡ്ഹീഷൻ ബലത്തിൻ്റെ നിത്യജീവിതത്തിലുണ്ടാവുന്ന ചില ഉദാഹരണങ്ങളാണ്. അതിൽ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈർക്കിൽ, പെൻസില് ഇവയൊക്കെ നമ്മൾ ജലത്തിൽ മുക്കുന്ന സമയത്ത് ജലത്തിൽ മുക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതിൽ ജലം പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നാം. ആ ഒരു വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം ഉണ്ടതുകൊണ്ടല്ലേ ആ ജലം അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതാൻ പറ്റും. ആ ചോക്ക് കണങ്ങൾ നമ്മുടെ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കും ആകർഷണ ബലം കാരണം. ഇനി നമ്മൾ മറ്റൊരു സന്ദർഭം നോക്കുകയാണെങ്കിൽ കറൻസി നോട്ടുകൾ എണ്ണാൻ നേരം നമ്മൾ ചെറുതായിട്ട് വെള്ളം നനച്ചിട്ട് എണ്ണാറുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പം അതും അതിനൊരു ഉദാഹരണമാണ് അഡ്ഹീഷൻ ബലത്തിന്. പിന്നെ നോക്കുകയാണെങ്കിൽ പേപ്പറിൽ നമുക്ക് പെൻസിലോ പേനയൊക്കെ വെച്ചിട്ട് എഴുതാൻ കഴിയുന്നു. ഇതൊക്കെ എന്താണ് അഡ്ഹീഷൻ ബലത്തിന് നിത്യജീവിതത്തിലുണ്ടാകുന്ന ചില ഉദാഹരണങ്ങളാണ്, നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങളാണ് ഇവയെല്ലാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്ഹീഷൻ ബലം അതുപോലെ തന്നെ കൊഹിഷൻ ബലം ഇവ രണ്ടും കേശിക ഉയർച്ചയെയും കേശിക താഴ്ചയും സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടിയിരുന്നാൽ കേശിക ഉയർച്ച അല്ലെങ്കിൽ കാപ്പിലറി റൈസ് ഉണ്ടാകും. ഇനി നേരെ മറിച്ച് അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കുറഞ്ഞിരുന്നാൽ, അതായത് കൊഹിഷൻ ബലമാണ് കൂടുതലെങ്കിൽ അപ്പോഴെന്താണ് ഉണ്ടാകുന്നത്? കേശിക താഴ്ചയായിരിക്കും, കാപ്പിലറി ഡിപ്രഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടിയിരുന്നാൽ കേശിക ഉയർച്ചയും, അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കുറഞ്ഞിരുന്നാൽ കേശിക താഴ്ചയായിരിക്കും അനുഭവപ്പെടുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുടലിൻ്റെ വ്യാസവും കേശിക ഉയർച്ചയും തമ്മിലുള്ള ബന്ധമാണ്. കുടലിൻ്റെ വ്യാസം കൂടുകയാണെന്നിരിക്കട്ടെ, കുടലിൻ്റെ വ്യാസം കൂടിയാൽ കേശിക ഉയർച്ച എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പം നേരെ മറിച്ച് കുടലിൻ്റെ വ്യാസം കുറഞ്ഞു വരികയാണെന്നിരിക്കട്ടെ, അപ്പോൾ കേശിക ഉയർച്ച എന്ത് ചെയ്യും? കൂടുന്നു. ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാതെ, അതായത് കുടലിൻ്റെ വ്യാസം കൂടുകയാണെങ്കിൽ കേശിക ഉയർച്ച കുറയുന്നു. അതുപോലെ തന്നെ കുടലിൻ്റെ വ്യാസം കുറയുകയാണെങ്കിൽ കേശിക ഉയർച്ച കൂടുന്നു. ആ ഒരു ദ്രാവകത്തിൻ്റെ ഉയർച്ച എവിടെയായിരിക്കും? കൂടുതലായിരിക്കും. ഇതാണ് കുടലിൻ്റെ വ്യാസവും കേശിക ഉയർച്ചയും തമ്മിലുള്ള ബന്ധം. നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്ന പാഠഭാഗമാണ് വിസ്കസ് ബലം. വിസ്കസ് ബലം എന്താണെന്ന് നോക്കാം.
ഇതും ദ്രാവകങ്ങളിൽ കാണപ്പെടുന്ന ഒരു ബലമാണ് വിസ്കസ് ബലം. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആ ഒഴുക്കിന് തന്നെ ആ ഒരു പടലങ്ങൾക്ക് സമാന്തരമായിട്ട് അവയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു ദ്രാവക പടലങ്ങൾക്ക് സമാന്തരമായിട്ട് അനുഭവപ്പെടുന്ന ഒരു തരം ഘർഷണ ബലമാണ്. കാരണം അതിൻ്റെ പടലങ്ങളുടെ ആ ഒരു ചലനത്തിന് തടസ്സമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഘർഷണ ബലം, അങ്ങനെയുള്ള ഒരു ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു ദ്രാവക പടലങ്ങൾക്കിടയിൽ സമാന്തരമായിട്ട് അനുഭവപ്പെടുന്ന ഒരു തരം ഘർഷണ ബലമാണ് വിസ്കസ് ബലം അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിസ്കസ് ബലത്തെ പറ്റിയിട്ട് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുക്കുന്നു. ഇതിൽ നമ്മൾ ജലം, മണ്ണെണ്ണ, തേൻ, ഗ്ലിസറിൻ ഇവയെല്ലാം ഒരേ നിരയിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിലായിട്ട് നമ്മൾ വീഴ്ത്തി നോക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് പ്ലേറ്റ് കുറച്ച് ചരിച്ച് വെച്ച് നോക്കുമ്പം ഈ ഓരോ ദ്രാവകങ്ങളും ഒഴുകുമല്ലോ. ഈ ഒഴുക്കിൻ്റെ വേഗതയെ നമുക്കൊന്ന് നിരീക്ഷിച്ച് നോക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ നിരീക്ഷണത്തിലൂടെയുള്ള നമ്മൾ എത്തിച്ചേരുന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാം. പരീക്ഷണത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന നിരീക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം. തേനിനേക്കാൾ വേഗത്തിൽ ജലം ഒഴുകുന്നതായിട്ട് കാണാം. എന്നാൽ ജലത്തിനേക്കാൾ വേഗത്തിലും മണ്ണെണ്ണ ഒഴുകുന്നുണ്ട്. എന്നാൽ ഗ്ലിസറിനേക്കാൾ വേഗത്തിൽ ജലം ഒഴുകുന്നുണ്ട്. തേനിനേക്കാൾ വേഗത്തിൽ ജലം ഒഴുകുന്നു, ജലത്തേക്കാൾ വേഗത്തിൽ മണ്ണെണ്ണ ഒഴുകുന്നു, ഗ്ലിസറിനേക്കാൾ വേഗത്തിൽ ജലം ഒഴുകുന്നു. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയ നമ്മുടെ നിരീക്ഷണം എന്ന് പറയുന്നത്. പരീക്ഷണത്തിലൂടെയും നമുക്ക് നിരീക്ഷണത്തിലൂടെയും എത്തിച്ചേർന്ന കാര്യങ്ങളെ നമുക്ക് നിഗമനങ്ങളായി രേഖപ്പെടുത്താം. ഈ നിഗമനത്തിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാണ് വിസ്കസ് ബലത്തെ പറ്റിയിട്ട്. ദ്രാവകങ്ങൾ നമ്മൾ നോക്കിയ സമയത്ത് ദ്രാവകങ്ങളുടെ ഒഴുക്കിൻ്റെ വേഗത നോക്കിയ സമയത്ത് പല ദ്രാവകങ്ങൾക്കും വ്യത്യസ്ത വേഗതയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഈ ദ്രാവകങ്ങളുടെ ഓരോ അടുക്കിനിടയിലും ഒരു ഘർഷണ ബലമുണ്ട്. ഇവ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകങ്ങൾക്കിടയിൽ അതിൻ്റെ സ്വാഭാവികമായ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ ദ്രാവക പടലങ്ങൾക്കിടയിൽ ഒരു ഘർഷണ ബലം അനുഭവപ്പെടുന്നു. ഇത് വിസ്കസ് ബലം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നതിനെ. അപ്പം ഓരോ ദ്രാവകത്തിനും ഈ ഒരു വിസ്കസ് ബലം വ്യത്യസ്തമാണെന്ന് നമുക്ക് ഈ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലായി. നമുക്കിപ്പോൾ വിസ്കസ് ബലം എന്താണെന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് വിസ്കോസിറ്റി. വിസ്കസ് ബലവും വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ദ്രാവകത്തിൻ്റെ ആ ഒരു കഴിവാണ്, ആ ഒരു സവിശേഷ ഗുണമാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദ്രാവകം ഇതിൻ്റെ പടലങ്ങൾക്കിടയിൽ സമാന്തരമായിട്ട് അതിൻ്റെ ആ ഒരു ചലനത്തെ കുറയ്ക്കുന്ന രീതിയിൽ, ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഒരു ബലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദ്രാവകത്തിന് ഒരു സവിശേഷ ഗുണമുണ്ട്. ഇതിനെ നമുക്ക് വിസ്കോസിറ്റി എന്ന് പറയാൻ വേണ്ടി കഴിയും. നമുക്കിനി വിസ്കസ് ദ്രാവകങ്ങളും മൊബൈൽ ദ്രാവകങ്ങളും എന്താണെന്ന് പഠിക്കാം. വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് വിസ്കോസിറ്റി കൂടുതലായിരിക്കും. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ നമുക്ക് വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് വിളിക്കാം. ഇവയ്ക്ക് ഒഴുകാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ആ ഒരു ദ്രാവക പടലങ്ങൾക്കിടയിലുള്ള ഘർഷണ ബലം ഇവിടെ കൂടുതലായിരിക്കും, അഥവാ വിസ്കോസിറ്റി കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ നമുക്ക് വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയാൻ പറ്റും. ഇതിന് ഉദാഹരണമാണ് തേൻ, ഗ്ലിസറിൻ മുതലായവ. ഇനി നേരെ മറിച്ച് വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളുണ്ടല്ലോ, ഈ കുറഞ്ഞ ദ്രാവകങ്ങളെ നമുക്ക് മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് പറയാൻ പറ്റും. ഇത് നന്നായിട്ട് ഒഴുകുന്നവയായിരിക്കും. അതിന് എക്സാമ്പിളാണ് ജലം, അതുപോലെ തന്നെ മണ്ണെണ്ണ മുതലായവയൊക്കെ. ഇവയാണ് വിസ്കസ് ദ്രാവകങ്ങളും മൊബൈൽ ദ്രാവകങ്ങളും. വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ, എന്നാൽ വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളാണെങ്കിൽ അവ മൊബൈൽ ദ്രാവകങ്ങളായിരിക്കും. താപനിലയും വിസ്കോസിറ്റിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഒരു ദ്രാവകത്തിൻ്റെ താപനില കൂടുന്തോറും ആ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണപ്പെടാം. നമ്മൾ ഒരു ദ്രാവകം ചൂടാക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ താപനില കൂടുകയാണെങ്കിൽ അതിൻ്റെ വിസ്കോസിറ്റി കുറയും. ആ ഒരു ഒഴുകാനുള്ള ആ ഒരു തടസ്സം എന്തായിരിക്കും, കുറയുന്നതായിരിക്കും. വൈദ്യുതാഘാതമേൽക്കുന്ന ആളുകൾക്ക്
അവരുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാം. ശരീര താപനില കുറഞ്ഞാൽ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നു. രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുമ്പോൾ രക്തക്കുഴലിലൂടെ രക്തം സുഗമമായി ഒഴുകാതെ വരുന്നു. അപ്പോൾ ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ഇങ്ങനെയുള്ളവരുടെ ശരീരം തിരുമ്മി ചൂടാക്കുന്നു. തിരുമ്മി ചൂട് പിടിപ്പിക്കുമ്പോൾ ആ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കുറയുകയോ രക്തം സുഗമമായി ഒഴുകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളെ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് കേശികത്വമാണ്. നേരിയ കുഴലുകളിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്നതിനെ നമുക്ക് കേശികത്വം എന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ പഠിച്ചത് കൊഹിഷൻ ബലവും അഡ്ഹീഷൻ ബലവുമാണ്. കൊഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വിസ്കസ് ബലം പഠിച്ചു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ദ്രാവക പടലങ്ങൾക്കിടയിൽ സമാന്തരമായിട്ട് അനുഭവപ്പെടുന്ന ഒരു ഘർഷണ ബലമാണ് വിസ്കസ് ബലം. താപനില കൂടുമ്പോൾ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഞാൻ പഠിപ്പിച്ചതെല്ലാം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. നന്ദി.